നമസ്കാരം. കുറച്ച് ദിവസത്തിന് ശേഷം കാർ ഇൻഫോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ ഫാസ്ടാഗ് അല്ലെങ്കിൽ പുതിയ ടോൾ കളക്ഷൻ നിയമം നിലവിൽ വന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു, GPS സംബന്ധമായ ടോളിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഒരാഴ്ച മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്, പ്രത്യേകിച്ച് വാഹന ലോകത്തെ വാർത്തകളിൽ. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പോൾ അറിയാൻ സാധിച്ചത്, GPS ബേസ്ഡ് ടോളിലേക്ക് ഉടനെ തന്നെ മാറാൻ തീരുമാനമെടുത്തിട്ടില്ല. കാരണം അതിന് GPS സാങ്കേതിക വിദ്യ വാഹനങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഹൈവേകളിലും ഒക്കെ സ്ഥാപിച്ച് കഴിയണം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തിരഞ്ഞെടുത്ത ടോൾ പ്ലാസകളിൽ ANPR ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ടോൾ പിരിക്കാനുള്ള സംവിധാനം നടപ്പാക്കി തുടങ്ങിയെന്നുള്ളതാണ്. ANPR ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സിസ്റ്റം. ഇത് നമ്മുടെ കേരളത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വരുന്നതിന് മുന്നേ തന്നെ കൊറോണ കാലഘട്ടത്തിൽ എല്ലാ ജില്ലാ അതിർത്തികളിലും ഈ ANPR ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഏതൊക്കെ വാഹനമാണ് ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നത് മുതലായ കാര്യങ്ങൾക്കും മറ്റ് പോലീസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, അതായത് ക്രൈം മോണിറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു 2019 തന്നെ. ഇതിന്റെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വെർഷനാണ് ടോൾ പ്ലാസകളിൽ ഈ ക്യാമറകൾ സ്ഥാപിച്ച് അതുവഴി ഒരു വാഹനം ടോൾ പ്ലാസയിലെ ക്യാമറയുടെ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ആ വാഹനത്തിന്റെ നമ്പർ എത്രയാണെന്നത് കൃത്യമായി ശേഖരിക്കുകയും അത് വെച്ചുകൊണ്ട് ടോൾ ഈടാക്കുകയും ചെയ്യുന്നതാണ് പുതിയ സിസ്റ്റം. നിലവിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഫാസ്ടാഗ്, നമ്മുടെ വാഹനത്തിന്റെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു ചിപ്പ്, അവിടെയുള്ള ഒരു സെൻസർ റീഡ് ചെയ്തതിന് ശേഷം കാശ് പിടിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡ് കാലത്ത് നമ്മുടെ ഒരു ഗണ്ണ് വെച്ച് താപനില പരിശോധിച്ചിരുന്നു. അതേപോലെ ഒരു സിസ്റ്റം നമ്മുടെ ജില്ലയിലുള്ള ഫാസ്ടാഗിനെ റീഡ് ചെയ്തിട്ടാണ് പൈസ പിടിച്ചിരുന്നത്. ഇതിന് പുറമെ മറ്റൊരു സംവിധാനമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ANPR ക്യാമറ വെച്ചുകൊണ്ട് വാഹനം ഏകദേശം ടോൾ പ്ലാസയിൽ എത്തുന്നതിനോടനുബന്ധിച്ച് ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യുകയും ആ നമ്പർ പ്ലേറ്റുമായി ബന്ധിപ്പിച്ച ഫാസ്ടാഗ് അക്കൗണ്ടിൽ നിന്നും പൈസ ഈടാക്കുന്ന സംവിധാനത്തിലേക്കാണ് മാറാൻ പോകുന്നത്. ഇതിന് നമ്പർ പ്ലേറ്റ് കൃത്യമായ രീതിയിലായിരിക്കണം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഇതും ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവുമില്ല. നിലവിലെ രീതി ഇതേപോലെ തന്നെ തുടരും. ടോൾ പ്ലാസയിൽ വരി ഒരല്പം കുറയും എന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രം. അതായത് സഞ്ചരിക്കുന്ന ദൂരത്തിലുള്ള ടോൾ എന്നത് ഇപ്പോഴും ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുന്നു. മറ്റു വിവരങ്ങളുമായിട്ട് വീണ്ടും തുടരെ വീഡിയോസുമായി വരാം എന്നുള്ളൊരു ഉറപ്പോടുകൂടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.